പ്രിയപ്പെട്ട ശ്രീ നൌഷാദ്, അതുപോലെ പ്രിയപ്പെട്ട ജയ്സൽ, മുജീബ് മാസ്റ്റർ, കരീം, സംസു അടക്കം ഉള്ള മുനീർ, അതുപോലെ ഈ കൃഷിക്ക് മുന്നിട്ടിറങ്ങിയ OC സലീമാക്ക, അതുപോലെ മാധ്യമ പ്രവർത്തകർ, മറ്റു സഹോദരന്മാര്, വളരെ കാലമായി കൃഷിയുടെ തന്നെ, ഞാൻ സലീമാക്കിയെ സംസാരിക്കുക, കൃഷിയിൽ തന്നെ ഉപജീവന മാർഗം കണ്ടെത്തിയ വ്യക്തികളാണ് ഇവർ. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി പ്രകാരം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ഭരണസമിതിയും ഒക്കെ നേതൃത്വത്തിൽ ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വത്തക്ക കൃഷി, നമ്മളെ വത്തക്കന്റെ സീസണായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഏതായാലും സീസണിന്റെ സമയം തന്നെയാണ് തണ്ണിമത്തൻ. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള കൃഷി ഇറക്കി ലാഭവും നഷ്ടവും നോക്കിയിട്ടൊന്നല്ല, പക്ഷെ കൃഷി ഇറക്കി ഇത് വലിയ വിജയിപ്പിച്ച ഇതിന്റെ കർഷകരെ ഞാൻ മുക്തകണ്ഠ പ്രശംസിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള അതിന്റെ അംഗീകാരം അവർക്ക് ഓരോ വിഷയത്തിലും, നെൽകൃഷിയിലായാലും അതുപോലെ വാഴക്കൃഷി ഒക്കെ വാഴക്കാട് 100%, ഞങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളത് 100% പദ്ധതി നടപ്പാക്കിയ ഒരു പഞ്ചായത്ത്. ഈ വർഷത്തെ 2024, 23, 24 100% കൃഷിയിലുള്ള പദ്ധതി നടപ്പാക്കിയ മലപ്പുറം ജില്ലയിലെ 15 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തായി വാഴക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്തരം കൃഷിക്ക് പ്രോത്സാഹനം, ഈ നാട്ടുകാർക്കും എല്ലാവിധ അഭിവാദ്യവും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് തുടക്കം കുറിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. നമ്മള് മനോഹരമായ ചടങ്ങാണ്. അപ്പൊ ഇതിന് നമ്മളെ നാട്ടിലെ പിന്നെ വാഴക്കാട് പഞ്ചായത്തിലെയും എളമരത്തെയും ഒക്കെ പ്രഗത്ഭരായ വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ഈ വിളവെടുപ്പ് ചടങ്ങ് ഇവിടെ നടക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ഈ കൃഷിക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂടിയാണ് ഇവിടെ ഈ ചടങ്ങിൽ നിൽക്കുന്നത്. കാരണം ഈ സലീമിനെയും ഓസിനെയും എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. പഞ്ചായത്തിലെ വിവിധ വർഷങ്ങളിലായിട്ട് മികച്ച കർഷകരുടെ അവാർഡ് വാങ്ങിയിട്ടുള്ള 2 വ്യക്തികളാണ്. ഇവര് രണ്ടാളും ജോയിന്റ് ആയത് ഇപ്പോ എനിക്ക് തോന്നുന്നത് 1-2 കൊല്ലായിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഒരു കൂട്ടമായിട്ടുള്ള ഒരു കൃഷിയുടെ പരിപൂർണമായിട്ടുള്ള ഒരു വിജയമാണ്. അതെ, ആയിക്കോട്ടെ. ആ 3 പേരുടെ കൂട്ടമായിട്ടുള്ള പ്രവർത്തനം. പക്ഷെ ഇതില് ഒരു കുടുംബത്തെ നമ്മൾക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല ഈ കാര്യത്തില്. ഇതൊക്കെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കടുത്ത വേനലാണ് ഇപ്പൊ നമുക്കറിയാം. സാധാരണ ഈ വേനലുള്ള സമയത്തും കൃഷി OCയെ സംബന്ധിച്ചിടത്തോളം OC നടത്താറുണ്ട്. OC ഇത് ചെയ്യാറ് എന്താ വെച്ചാൽ ഈ റോഡിന് ക്രോസ് ചെയ്തിട്ട് മണ്ണിടും, എന്നിട്ട് ചാലിയാർന്ന് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പൈപ്പ് അതിന്റെ അടിയിൽ കൂടെ കൊണ്ടുവരുന്ന ഒരു സംവിധാനം സാധാരണ ഉണ്ടാക്കല്. ഇതില് വണ്ടൂർ കുടുംബത്തെ ഒരിക്കലും നമുക്ക് ഇതിൽ മറക്കാൻ കഴിയില്ല. കാരണം ഈ കൃഷി അടക്കമുള്ള ഇവിടെ നിങ്ങളുടെ ഈ പച്ചയായി കിടക്കുന്ന ഈ സ്ഥലങ്ങളിലേക്ക് വെള്ളം കിട്ടുന്ന ഒരു സംവിധാനമാണ് വണ്ടൂർ ജലസേചന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി നമ്മൾ അവിടെ ആവിഷ്കരിച്ച് അതിന്റെ പദ്ധതിയിൽ വരുന്ന വെള്ളം കൃത്യമായി ഇതിന്റെ മാനേജ് ചെയ്യുന്നത് പഞ്ചായത്താണ് ഇതിന്റെ കസ്റ്റോഡിയൻ എങ്കിലും പോലും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇതിന്റെ ചെലവ് ഇടയ്ക്ക് മോട്ടർ കേടുവരും, ഇതൊക്കെ ആണെങ്കിൽ പോലും ആ മോട്ടർ നന്നാക്കി അതിന് മെയിൻറ്റെയിൻ ചെയ്ത് ആ വെള്ളം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ കൃഷി. അപ്പൊ നമ്മൾ കൃഷി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന്റെ എല്ലാ പ്രോത്സാഹനം നൽകുന്നുണ്ട്. ആ പ്രോത്സാഹനം നൽകുമ്പോൾ ഇതിന്റെ ഫെസിലിറ്റീസ് ഉണ്ടാവുക എന്നുള്ളതാണ്. സ്ഥലം ലഭ്യമാണ്, അതുപോലെ തന്നെ വെള്ളം ലഭ്യമാണ്. ആ ഒരു വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ചാലിയാറാണ്. ചാലിയാർ അവിടെ ഉണ്ടെങ്കിൽ പോലും അതിന് പൂർണ്ണമായി സൗജന്യമായ സ്ഥലം തന്ന ജലസേചന പദ്ധതി അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ആത്മവിശ്വാസം ഈ കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയ വെള്ളം ഒരിക്കലും അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിലേക്ക് സംവിധാനം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രമം മറ്റൊന്നും അവർക്ക് ആലോചിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സലീമിനെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ഇതൊക്കെ പറയാനുള്ളത്, എത്ര പണിയെടുത്താലും നമ്മൾ എന്ത് പണിയെടുത്താലും മണ്ണിൽ പണിയെടുത്താൽ മണ്ണ് ചതിക്കൂല. ആ മണ്ണിൽ സ്വാഭാവികമായിട്ട് മണ്ണിൽ നിങ്ങൾ അധ്വാനിച്ചതിന്റെ ഫലം ഇവിടെ കാണാനുണ്ട്. ഇതൊക്കെ നമുക്ക് സാധ്യമാണ് എന്നുള്ള വലിയൊരു മെസ്സേജാണ്. ഇതൊക്കെ വെറുതെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് റോഡ് സൈഡിൽ നിന്ന് വാങ്ങുന്ന നമുക്കിത് ചെയ്യാൻ കഴിയുമെന്ന്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇവർക്കൊക്കെ ഇത് ചെയ്യാം. ഇതിനെ അറിയുന്ന ആളുകൾ ഇത് ചെയ്തിട്ട് ഇതിന് ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മെസ്സേജ് നമുക്ക് മനസ്സിലാക്കാം: അധ്വാനിക്കുന്നതിന് ഫലമുണ്ട്, ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിന് അതിന് റിസൾട്ട് ഉണ്ട് എന്നുള്ള വലിയൊരു മെസ്സേജാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള, ഇതിന് അധ്വാനിച്ചിട്ടുള്ള OC, അതുപോലെ തന്നെ സലീം, അതുപോലെ തന്നെ മാവൂരുള്ള ഗോപിനാഥ്. ഇവർക്ക് എല്ലാവിധ ഏത് നിലക്കാണ് അവർക്ക് അഭിനന്ദനം അറിയിക്കേണ്ടതെന്ന് അറിയില്ല, അത് അറിയിക്കുന്നു. നമ്മുടെ ആദ്യ വിൽപ്പന നടത്തേണ്ട ഒരു വ്യക്തി കൂടിയായിട്ടുള്ള അൽജമാൽ കൂടി ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. 3 പേരും ഇവിടെ ഉണ്ട്. നമ്മളെ OC ഉണ്ട്, അതുപോലെ തന്നെ സലീംക്കുണ്ട്, അതോടൊപ്പം തന്നെ ഗോപിനാഥ്. 3 പേരും ഈ കർഷക കൂട്ടായ്മയിലെ 3 പേരും ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടി അവരുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സലീമിക്ക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രതിനിധികളെ, നമ്മളിപ്പോൾ ഇവിടെ
വായക്കാട് പഞ്ചായത്ത് തന്നെ ആദ്യമായി വായക്കാട് പഞ്ചായത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടിയാണ് ഈ സിസ്റ്റം ചെയ്തിട്ടുള്ളത്, തുള്ളി നന. അപ്പം അതിന് നമ്മൾ പൂർണ്ണമായും 100% നമ്മൾ കീടനാശിനി ഒഴിവാക്കിക്കൊണ്ട്, അതായത് കീടനാശിനി പൂർണ്ണമായിട്ട് ഒഴിവാക്കി വാട്ടർ സോലുബിൾ വളങ്ങൾ കൂടിയാണ് നമ്മളിത്. ഇപ്പോൾ വായക്കാട് പഞ്ചായത്ത് തന്നെ ഇത്രയും കൃഷി രീതി ആരും ചെയ്തിട്ടില്ല. നമ്മളിപ്പം വേറെ സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് വായക്കാട് പഞ്ചായത്ത് ചെയ്തില്ല. അത് നമ്മൾ വിജയിക്കില്ല എന്നുള്ളൊരു ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മൾ വിളവെടുക്കാനായ സമയത്ത് നമുക്ക് 100% വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, നമ്മുടെ ഈ ഉത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഈ ഉദ്ഘാടനം ഇതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദനായ CV സക്കരിയ, നമ്മുടെ പ്രിയപ്പെട്ട അൽജമാൽ സാമൂഹ്യ പ്രവർത്തകനും നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും കുടിവെള്ളം കൊടുക്കാനും അതുപോലെ തന്നെ മരുന്നെത്തിക്കാനും ഒക്കെ തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട നാസിർക്കയാണ്. അൽജമാൽ നാസിർക്ക. വേറുള്ളവർക്ക് നാസിർമാനും ആണെങ്കിൽ വായക്കാട്ടുകാർക്ക് അൽജമാൽ നാസിറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാസിർ സാഹിബിന് ഇതിനെ ആദ്യ വിൽപ്പന പ്രസിഡന്റ് നിർവഹിക്കുന്നു. വാങ്ങി തരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഓരോ വത്തക്ക മൂപ്പര് വാങ്ങിയാണ്. അല്ല, വാങ്ങിയ വത്തക്ക മൂപ്പര് ഇവിടെ മുറിക്കും. ഇനി ആർക്കാ? ഇനി നമ്മള് പിന്നെ ഈ സന്തോഷത്തില് ആദ്യമായ ഒരു വത്തക്ക പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. സക്കരിയായിട്ടൊക്കെ അല്ല, പിന്നെ നമ്മളെ ബഡ്സ് സ്കൂളിലെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥിനികളാണ് ഇവിടെ ടീച്ചറുടെ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ളത്. അവർക്ക് ഈ വത്തക്ക ഇവിടെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം തണ്ണിമത്തൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. തണ്ണിമത്തൻ കൃഷി ഉൽപ്പാദിപ്പിക്കുകയും ആ കൃഷി ഉൽപാദനത്തിന്റെ വിളവെടുപ്പിന്റെ ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സത്യത്തിൽ നമ്മളൊക്കെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇത്തരത്തിലുള്ള കൃഷി വിളവെടുപ്പും കൃഷിയും കാണാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരാണ്. ഇവിടെ ഈ 3 ടീമുകൾ, ഈ 3 വ്യക്തികൾ നമ്മളോട് പറഞ്ഞത്, ഇവിടെ എളമരത്തും വാഴക്കാട്ടും ഏത് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള മണ്ണുണ്ട്. ആ മണ്ണിൽ കൃത്യമായി പണിയെടുത്താൽ ഏത് കൃഷിയും വളരെ നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ കൃഷിക്കാരായിട്ടുള്ള സലീമിനും ഓസിക്കും മാവൂരിലെ ഗോപിനാഥനും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തും. അതുപോലെ തന്നെ മറ്റ് കൃഷികളൊക്കെ കൃത്യമായി ചെയ്യുന്ന 2 സജീവ കൃഷിക്കാരാണ് ഗോപിനാഥ്, സലീം, ഓസിയാനി. ഈ തണ്ണിമത്തൻ മാത്രമല്ല, വിഷരഹിതമായ പച്ചക്കറി കഴിഞ്ഞ റംസാൻ സീസണിൽ സലീമും അപ്പുറം ഭാഗത്ത് കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിൽപ്പന നടത്തിയിട്ടുള്ളതാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ബഹുമാനയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ നേതാക്കളൊക്കെ ഉള്ള സ്ഥലത്ത് പറയാനുള്ളത്, നമ്മുടെ പഞ്ചായത്തിൽ മൊത്തം കാർഷിക മേഖലയിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ച്, അയൽക്കൂട്ടങ്ങൾ പോലെയുള്ള ആളുകളെ സംഘടിപ്പിച്ച് കാർഷിക മേഖലകൾക്ക് ഊന്നൽ നൽകി എല്ലാ പ്രദേശത്തും അതിനാവശ്യമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുക എന്നുള്ള പങ്കാണ് നമുക്കിത് ചെയ്യാനുള്ളത്. സ്വാഭാവികമായിട്ടും എളമരത്ത് മാത്രമല്ല മണ്ണുള്ളത്, വിത്തുള്ളത്. അതുപോലെ ചാലിയാറിന്റെ ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒട്ടനവധി വാർഡുകളുണ്ട്. അവിടെ ഒക്കെ തന്നെ ഭരണ സമിതി ഈ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിന് ബഡ്ജറ്റുകൾ തയ്യാറാക്കി, പദ്ധതികൾ തയ്യാറാക്കി അതിനുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാവിധ ഭാവങ്ങളും ചേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാളയും കലപ്പയും കർഷകൻ ചൂടും തൊപ്പി പാളയും പോയാൽ ഭൂമി കേവലം മരുഭൂമി എന്ന് വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. ഇപ്പോൾ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കൃഷി കണ്ടത്, ഉൽപ്പന്നം കണ്ടത്. അതോടൊപ്പം ജീവിതത്തിൽ ആദ്യമായിരിക്കും ഇതുപോലെ വിഷമായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ കീടനാശികളെ ബന്ധപ്പെടാത്ത ഒരു വത്തക്ക. കഴിഞ്ഞ മാസങ്ങൾ ഇഷ്ടംപോലെ വത്തക്ക തിന്നാണ്. പക്ഷെ ഇത്തരം ഒരു സംശുദ്ധമായിട്ട് വത്തക്ക ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നാണ്. ഇത് മറ്റു നൗഷാദ് പറഞ്ഞ പോലെ ഭാവിയിലേക്ക് വലിയ പ്രചോദനം. ഇപ്പൊ ഇന്ന് ഞാൻ പോയപ്പോ എന്റെ പെണ്ണുങ്ങൾ വെച്ച് ഇതിന്റെ കുരി എവിടെ കിട്ടാന്ന്, അതിൽ വലിയ
സന്ദേശമാണ് ഇത് കൊടുക്കുന്നത്. അതിന്റെ ഒരു തുടക്കമാണ് ഈ ഓസിയും സലീമും ചെയ്ത് അവരെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും തുടർന്ന് നടത്താൻ. പാലക്കാടിന് കിട്ടുന്ന ഒരു വലിയ മെസ്സേജ് എന്ന് പറയുന്നത്, സാധാരണ നമ്മള് മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലേക്കും ഒക്കെ പോകുമ്പോൾ വഴിയോരങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇന്ന് ഈ എളമരത്തെ പാടത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. അത്രയും മനോഹരമായ കാഴ്ച. തണ്ണിമത്തൻ ഒന്നായിട്ട് വിളവെടുത്ത് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ണിന് സന്തോഷം നൽകുന്ന നയനാനന്ദകരമായ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ ഇവിടെ സമ്മാനിച്ച ഈ കർഷകരോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവുകയില്ല. ഇത് എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ്, ഇതൊരു തുടക്കം മാത്രമാണ്. വാഴക്കാട് പഞ്ചായത്തിലെ ഇതുപോലെയുള്ള പാടശേഖരങ്ങളിൽ മുഴുവനും തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ ഇവിടുത്തെ കർഷകർ മുന്നോട്ട് വരണം. അവർക്ക് വേണ്ട എല്ലാ സഹായവും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇനി